അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്നത് പലപ്പോഴും നമ്മെ വല്ലാത്ത വിഷമത്തിലാക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഒരുപാട് നമുക്ക് ലഭിക്കുമ്പോൾ പല സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറില്ല. ആ സന്തോഷവേളകളിലെല്ലാം നമ്മൾ ആനന്ദിക്കുമെന്നല്ലാതെ, നമ്മൾ ഒരുപാട് സന്തോഷം പങ്കിടുമെന്നല്ലാതെ അള്ളാഹുവിലേക്ക് നമ്മൾ ശുക്ർ ചെയ്യാറില്ല. എന്ന വിഷമഘട്ടങ്ങളിലാണെങ്കിലോ നമ്മൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, ഒരുപാട് ആയത്തുകൾ നമ്മൾ ഓതുന്നുണ്ട്, അള്ളാഹുവിലേക്ക് നമ്മൾ തേടുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ പ്രീതി നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സന്തോഷ സമയങ്ങളിൽ ആ സന്തോഷങ്ങളെല്ലാം നമുക്ക് നൽകിയത്, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയത് അള്ളാഹുവാണെന്ന ബോധം നമ്മുടെ ഖൽബിൽ എപ്പോഴും വേണം. എന്നാൽ സന്തോഷ സമയങ്ങളിൽ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ വിഷമഘട്ടങ്ങളിൽ അള്ളാഹു നമ്മളിലേക്കും അടുക്കും. നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു നമുക്ക് പരിഹാരം കാണിച്ചു തരും. ഏത് വിഷമങ്ങളിൽ കുടുങ്ങിയാലും, എത്ര വലിയ പ്രയാസങ്ങളിൽ നമ്മൾ അകപ്പെട്ടാലും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാൻ, അള്ളാഹു നമ്മെ സംരക്ഷിക്കാൻ, നമ്മുടെ വിഷമങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകാൻ സഹായിക്കുന്ന ഒരു അത്ഭുത ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ദിവസവും 71 തവണ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ദിക്റിനെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ എല്ലാ നിഅമത്തുകളും നമുക്ക് ലഭിക്കുകയും നമ്മൾ ഏതൊരു വിഷമഘട്ടത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് അതിൽ നിന്ന് അള്ളാഹു നമ്മെ കരകയറ്റുകയും ചെയ്യും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിയ വിഷമത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ദിക്ർ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ദിക്ർ. നമ്മുടെ എല്ലാ കടങ്ങളും, പല ആളുകളും കടങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണ്. വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സമ്പത്ത് നമ്മൾ ചെലവഴിച്ച് പഠിച്ചു, അവസാനം ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരു ജോലി നമുക്ക് ശരിയാകാതെ വരിക, ഇങ്ങനെ തുടങ്ങി നമ്മൾ പല വിഷമങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നവരാണ്. ഏത് പ്രയാസഘട്ടങ്ങളിലാണെങ്കിലും അള്ളാഹു നമ്മെ ഏറ്റെടുക്കാൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക. അള്ളാഹു വക്കീലാണ്. അതുകൊണ്ട് തന്നെ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ദിക്റിനെ 71 തവണ നമ്മൾ ചൊല്ലുക. മുടങ്ങാതെ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകും. എല്ലാ മജ്ലിസുകളിലും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആദ്യമായി ഈ മജ്ലിസിൽ നിന്ന് നമ്മൾ ഏതൊരു അമല് സ്വീകരിക്കുമ്പോഴും ഈ മജ്ലിസിന്റെ മശായിഖന്മാരിലേക്ക് 7 ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുക. അതിന്റെ ശേഷം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്നിങ്ങനെ 71 തവണ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ദിക്റിനെ നമ്മൾ പതിവാക്കുക. അതിന്റെ ശേഷം നമ്മുടെ കൽബ് അറിഞ്ഞുകൊണ്ട് മനസാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യുക. ദുആ കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും. ആ ദുആ സ്വീകാര്യമാകാൻ പരിശുദ്ധമായ ഖുർആനിൽ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ എന്ന് ഒരു സൂറത്തിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ പറഞ്ഞ ഒരു ദിക്ർ കൂടിയാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ദിക്ർ. അതുപോലെ ഒരു ആയത്തിന്റെ ഫലം കൂടി അതിന് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നല്ല ഇഖ്ലാസോടെ, നല്ല ഖൽബോട് കൂടെ വേണം ഇത് നമ്മൾ പാരായണം ചെയ്യാൻ, ഇത് നമ്മൾ ഈ ദിക്റിനെ നമ്മൾ ചൊല്ലാൻ വേണ്ടി.
നല്ല വുളൂഓടുകൂടി നല്ലൊരു സ്ഥലത്തിരുന്ന് മനസാന്നിധ്യത്തോടുകൂടി നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും എല്ലാം നമ്മൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്. അള്ളാഹു അതൊരിക്കലും തട്ടിമാറ്റൂല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമ അള്ളാഹുവിലേക്ക് തേടുന്ന ആ സമയത്ത് അള്ളാഹു അതിന് ഇജാബത്ത് നൽകാതിരിക്കൂല. പക്ഷേ അള്ളാഹുവിലേക്ക് അടുക്കുന്ന മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളെ പലപ്പോഴും അള്ളാഹു പരീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്റെ അടിമ ഒരുപാട് ദിക്റുകൾ കൊണ്ടും സ്വലാത്തുകൾ കൊണ്ടും ആയത്തുകൾ കൊണ്ടും എന്നിലേക്ക് അടുക്കട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി പലതും അള്ളാഹു വൈകിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരുപാട് കഥകൾ നമുക്കറിയാവുന്നതാണല്ലോ. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട നബിയാണ്. ഇന്ന് ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. സ്വലാത്തു ഷിഫാ, ടിബ്ബു സ്വലാത്ത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചതും നമുക്കറിയാലോ. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ കൂടെ ഒരു കാരണമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും. കടങ്ങൾ വരുമ്പോൾ നമ്മൾ ദിക്റ് ചൊല്ലുന്നു, രോഗം വരുമ്പോൾ നമ്മൾ ദിക്റ് ചൊല്ലുന്നു. നമ്മുടെ ഖൽബ് വേദനിക്കുന്ന ഏത് സാഹചര്യങ്ങളിലും നമ്മൾ അള്ളാഹുവിലേക്ക് ദിക്റുകൾ അധികരിപ്പിക്കുന്നു. ഈ അധികരിപ്പിക്കുന്നത് പോലെ അള്ളാഹു നമുക്ക് എന്തെങ്കിലും നിഅമത്തുകൾ തരുമ്പോൾ, സന്തോഷം നമുക്ക് നൽകുമ്പോൾ, സാമ്പത്തികമായ നേട്ടം ലഭിക്കുമ്പോൾ, സന്താന സൗഭാഗ്യം ലഭിക്കുമ്പോൾ, നല്ലൊരു ഭവനം നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മുടെ കുട്ടികളുടെ കല്യാണമൊക്കെ നല്ല രൂപത്തിൽ നമ്മൾ നടത്തിക്കഴിഞ്ഞ് നല്ല സന്തോഷത്തോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ, അവിടെ ആർഭാടങ്ങളില്ലാതെ ദൂർത്തില്ലാതെ അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ നമ്മൾ ആ കല്യാണമൊക്കെ നടത്തി കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ അള്ളാഹുവിന്റെ നിഅമത്തുണ്ടല്ലോ, ഈ സന്തോഷവേളകളിലൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക, നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക, അള്ളാഹുവിനെ ശുക്ർ അറിയിക്കുക. ഇങ്ങനെയാണെങ്കിലേ നമ്മുടെ പ്രയാസഘട്ടങ്ങളിലൊക്കെ അള്ളാഹു നമ്മെ സഹായിക്കും. അപ്പോ നമ്മുടെ ഈ അമലിന് സ്വീകാര്യത ലഭിക്കണമെങ്കിലേ നമുക്ക് ലഭിക്കുന്ന സന്തോഷവേളകളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അഹ്മാലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ വല്ലാത്ത വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അറിയിക്കുന്നവരുണ്ട്. അള്ളാഹുവെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹുവെ നീ സലാമത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ നീ സലാമത്ത് നൽകണേ അല്ലാ. പലിശയിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. വളരെ പെട്ടെന്ന് എല്ലാം വീട്ടാനുള്ള ഒരു ഫതഹിന്റെ ബാബിനെ അള്ളാഹുവെ നീ കാണിക്കണം റഹ്മാനെ, അള്ളാഹുവെ നീ കാണിക്കണം റഹ്മാനെ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന സ്ഥിരമായി ഓരോ അമലുകൾ ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവെ ഓരോ അമലുകൾക്കും നീ അതിന്റെ ഫളലുകൾ നൽകണേ അല്ലാ. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരുപാട് ദിക്റുകൾ പതിവാക്കുന്നവരുണ്ട്. ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ പതിവാക്കുന്നവരുണ്ട്. സ്വലാത്തുകൾ പതിവാക്കുന്നവരുണ്ട്. അള്ളാഹുവെ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും ഇതിനെ നീ പരിഹാരമാക്കി തരണേ അല്ലാ. ഈ പേര് പോലെ തന്നെ ഒരു ഷിഫാഇന്റെ മജ്ലിസായി നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.